ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേപോലെ ഒരു സ്റ്റഫ്ഡ് സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വെക്കേഷന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്വീറ്റാണ്. അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അതിനായിട്ട് ഇവിടെ 1.5 ഗ്ലാസ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതായത് പർപ്പസ് ഫ്ലോർ. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കേണ്ടതാണ്. ഇതിനെ ഇനി ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കര ഇവിടെ അരിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1.5 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഏലക്കാപ്പൊടി ഞാൻ ഈ സമയത്ത് ഇടാൻ വിട്ടുപോയി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തേങ്ങയും ശർക്കരയും ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട കെട്ടാതെ വണ്ണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ദോശ പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഒത്തിരി ടൈറ്റായി വരാനും പാടില്ല. അപ്പോഴും മാവ് ഇവിടെ നല്ലതുപോലെ കട്ടയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇഡ്ഡലി കുട്ടുവത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു തട്ട് വെച്ച് കൊടുക്കുക. വാഴയില ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നെയ്യ് തേച്ച് കൊടുക്കാം. ഇലയിൽ കയറി ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ കൂടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും സോഫ്റ്റും ഒക്കെ ഉണ്ടാവും. ഇവിടെ എല്ലാ വാഴയിലും ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കൊടുത്ത് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാവ് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ. ആ കുഴി നിറയെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതേപോലെ വാഴയില നല്ലതുപോലെ ഒന്ന് വാടി വരണം. അതിനുശേഷം വേണം കോരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴും മാവ് താഴോട്ട് ഇതുപോലെ കുഴിയിലോട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാഴയില
നല്ല വാട്ടിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയണേ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ കുട്ടികൾ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അവർക്കൊക്കെ ഒരു നല്ല ടേസ്റ്റാണ്, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോഴെല്ലാം ഇതേപോലെ കോരി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത തട്ട് ഇതേപോലെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത തട്ട് ഞാൻ ഇതേപോലെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഏലക്കപ്പൊടിയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ